ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു സുരഭി കിച്ചൺ. ഞാൻ ഇന്നെൻ്റെ ലഞ്ചുമായാണ് നിങ്ങളുടെ മുന്നിൽ വന്നിട്ടുള്ളത്. വളരെ സിമ്പിളായിട്ടുള്ള കറികളാണ് ഞാൻ ഇന്ന് തയ്യാറാക്കിയിരിക്കുന്നത്. എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. പിന്നെ ഇതിൽ ചില റെസിപ്പീസൊക്കെ ഞാൻ ഓൾറെഡി ചാനലിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ സുരഭി കിച്ചൺ ചാനൽ സബ്സ്ക്രൈബ് ചെയ്താൽ നിങ്ങൾക്ക് ഈ വീഡിയോസൊക്കെ കാണാൻ കഴിയുന്നതായിരിക്കും. ഇതാണ് നാരങ്ങാച്ചാർ. ഈ നാരങ്ങാച്ചാർ ഞാൻ വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കിയ ഒരു അച്ചാറാണ്. ഇതിൻ്റെ വീഡിയോ ചാനലിലുണ്ട്. പിന്നെ അടുത്തതായി ഞാൻ ഉണ്ടാക്കിയിരിക്കുന്നത് ചീര വറവാണ്. ചീര വറവെന്ന് പറയുമ്പോൾ ചീരത്തോരൻ. നിങ്ങൾക്കറിയാൻ പറ്റും, ചീര നമ്മൾ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്നൊരു വറവാണ്. അതിൻ്റെ വീഡിയോയും ചാനലിലുണ്ട്. പിന്നെ അടുത്തതായി ഞാൻ ഉണ്ടാക്കിയിരിക്കുന്ന കറി എന്ന് പറയുന്നത് കുമ്പളങ്ങ പുളിങ്കറിയാണ്. അതായത് കുമ്പളങ്ങ മോര് ഒഴിച്ച കറിയാണ്. നമ്മൾ സാധാരണ പുളിങ്കറി എന്നാണ് ഇതിനെ പറയുന്നത്. ഇതിൻ്റെ വീഡിയോയും ചാനലിലുണ്ട്. അടുത്തതൊരു മീൻ ഐറ്റമാണ്. ഇതാണ് നമ്മുടെ അയില വറ്റിച്ചത്, അയില മൊളീഷൻ, അയില മുളകിട്ടത് എന്നൊക്കെ നമ്മൾ ഇതിനെ പറയും. ഈ കറി ഉണ്ടാക്കുന്ന രീതി ഞാൻ ഇന്ന് ഈ വീഡിയോയിൽ കാണിക്കുന്നതായിരിക്കും. ഇനി അടുത്തത് നമ്മുടെ ചോറാണ്. അത് പിന്നെ എല്ലാവർക്കും ഉണ്ടാക്കാൻ അറിയാം, എങ്കിലും ഞാൻ ഉണ്ടാക്കുന്ന രീതി ജസ്റ്റ് ഒന്ന് ഇന്ന് കാണിച്ചു തരാം. പാലക്കാടൻ വടിമുട്ടയുടെ അരി ഉപയോഗിച്ചാണ് ഇന്ന് ചോറുണ്ടാക്കിയിരിക്കുന്നത്. പിന്നെ അടുത്തത് നമ്മുടെ ക്രാബ് ഞണ്ട് കറിയാണ്. ഈ ഒരു തരത്തിലാക്കുന്ന ഞണ്ട് വറവ് കഴിക്കുവാൻ വളരെ ടേസ്റ്റിയാണ്. വളരെ സിമ്പിളായിട്ട് നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു കറിയാണ് ഈ ഞണ്ട് വറവ്. അതും ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നതായിരിക്കും. പിന്നെ ചോറിൻ്റെ കൂടെ പപ്പടവും കൂടി ഉണ്ടെങ്കിലോ വളരെ നന്നായിരിക്കും അല്ലേ? ചോറും കറിയും പപ്പടമൊക്കെ കൂട്ടി കുഴച്ച് കഴിക്കുമ്പോൾ എന്ത് ടേസ്റ്റാണ്. അപ്പോൾ നമ്മൾക്ക് സ്റ്റാർട്ട് ചെയ്യാം. അത് ഞാൻ ചോറ് വെക്കാനാണ് പോകുന്നത്. അതിനു വേണ്ടി എടുത്തിരിക്കുന്ന അരി പാലക്കാടൻ വടിമുട്ടയുടെ അരിയാണ്. അപ്പോൾ ഞാൻ ഇത് നന്നായിട്ട് കഴുകിയെടുത്തിട്ട് വരാം. അപ്പോൾ നമ്മൾക്ക് കുറച്ച് വെള്ളം ഇവിടെ ചൂടാക്കാൻ വെക്കാം. കുറച്ച് വെള്ളം എന്ന് പറയുമ്പോൾ വളരെ കുറച്ച് വെള്ളം എന്നല്ല, ഞാൻ എടുത്തിരിക്കുന്ന അരിയുടെ 2 ഇരട്ടി വെള്ളമാണ് ഞാനിവിടെ വെച്ചിരിക്കുന്നത്. ഇത് നന്നായിട്ടൊന്ന് ചൂടാക്കാൻ വെക്കാം. ഇപ്പോൾ ഞാൻ അരി കഴുകി എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾക്ക് ഈ ചൂടായ വെള്ളത്തിലേക്ക് ഈ അരി ഇട്ട് കൊടുക്കാം. അരി ഇട്ടതിന് ശേഷം നമ്മൾക്കിത് ഒരു മൂടി കൊണ്ട് ഈ പാത്രം അടച്ചു വെക്കാം. ഇനി ഇതൊന്ന് നന്നായിട്ട് തിളയ്ക്കുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യണം. ഇപ്പോൾ നമ്മളെല്ലാവരും തന്നെ ഗ്യാസ് അടുപ്പിലായിരിക്കും ചോറ് സാധാരണ വെക്കാറല്ലേ. അപ്പോൾ ഒരുപാട് വെള്ളം ഒഴിച്ചത് തിളയ്ക്കാൻ വളരെ സമയമെടുക്കും. നമ്മൾ കുറേ നേരം നമുക്ക് ഇതിനു വേണ്ടി വെയിറ്റ് ചെയ്യേണ്ടി വരും. അപ്പോൾ ഞാൻ സാധാരണ ചെയ്യുന്നത് ഇപ്പുറത്ത് കെറ്റിലിൽ നിന്നും വെള്ളം തിളപ്പിച്ച് ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചതിന് ശേഷം അരി ഇടുകയാണ് ചെയ്യുക. അപ്പോൾ പെട്ടെന്ന് നമുക്ക് അരി ഇതുപോലെ തിളച്ച് കിട്ടും. അരി ഇതുപോലെ ഒന്ന് തിളച്ചതിന് ശേഷം ഞാനിവിടെ തീ ഓഫാക്കിയിടുകയാണ് ചെയ്യുക. ഇനി 2 മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം മാത്രമേ ഞാനിത് വീണ്ടും ഓണാക്കുകയുള്ളൂ. അപ്പോഴേക്കും ചോറ് നന്നായിട്ട് പാകത്തിന് വെന്ത് കിട്ടിയിട്ടുണ്ടാവും. ഇതുപോലെയൊക്കെ ചെയ്യുമ്പോൾ നമ്മൾക്ക് കുറച്ചൊക്കെ ഗ്യാസ് ലാഭിക്കാൻ പറ്റും. ഇനി നമ്മൾക്ക് അടുത്തതായിട്ട് കറിയിലേക്ക് കടക്കാം അല്ലേ. ഇതുവരെ ഞാൻ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടില്ലാത്ത റെസിപ്പീസ് മാത്രമാണ് ഇന്ന് ഞാൻ കാണിക്കുന്നത്. നമുക്ക് നോക്കാം. ഞാനിന്ന് വളരെ സിമ്പിളായിട്ടുള്ള ഒരു അയില മുളകിട്ട കറിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. നമ്മളിതിന് അയില മൊളീഷൻ എന്ന് പറയും, അതുപോലെ അയില വറ്റിച്ചതെന്ന് പറയും. പിന്നെ ഇനി ഇതിന് കൂടുതൽ ഇൻഗ്രീഡിയൻസൊന്നും ഞാൻ ചേർക്കുന്നില്ല. ആകെ വേണ്ടുന്നത് ഉപ്പ്, മഞ്ഞൾ, മുളക് പൊടി, പിന്നെ പുളി, കുറച്ച് വെള്ളം. നമുക്ക് അത്ര മാത്രമേ ഈ ഒരു അയിലക്കറിക്ക് വേണ്ടുന്നതുള്ളൂ. പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഉള്ളി, ഇഞ്ചി, പച്ചമുളക്, തക്കാളി എന്നിവയൊക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ ചേർക്കാം. ഞാനിവിടെ വളരെ സിമ്പിളായിട്ടുള്ളതാണ് ഉണ്ടാക്കാൻ പോകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞു. നമുക്കിതെങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. ഞാനിവിടെ 3 അയില കൊണ്ടാണ് കറി വെക്കുന്നത്. അപ്പോൾ ഒരു അയിലയെ ഞാൻ 2 കഷ്ണമേ ആക്കിയിട്ടുള്ളൂ. പിന്നെ ഇതുപോലെ ഓരോ പീസിനും ഇതുപോലെ വരഞ്ഞിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യമായ ഇൻഗ്രീഡിയൻസ് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇവിടെ ഞാനൊരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്തു. പിന്നെ ആവശ്യത്തിന് ഉപ്പ്, പിന്നെ നമുക്ക് മുളക് പൊടി കൂടി ചേർക്കാം. ഞാനിവിടെ 2 ടേബിൾ സ്പൂൺ നിറയെ മുളക് പൊടി ഇടുന്നുണ്ട്. നിങ്ങൾ എടുക്കുന്ന മീനിൻ്റെ അളവിനനുസരിച്ച് വേണം നിങ്ങൾ മുളക് പൊടി ചേർക്കേണ്ടത്. ഇനി അടുത്തതായി നമുക്ക് ഇതിലേക്ക് പുളി പിഴിഞ്ഞതാണ് ഒഴിക്കേണ്ടത്. പിന്നെ ഇവിടെ എടുത്തിട്ടുണ്ട്. ഇത് ഒഴിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് പുളി കൂടാനും പാടില്ല, കുറയാനും പാടില്ല. നമുക്ക് ആവശ്യത്തിന് നോക്കിയിട്ട് വേണം ഒഴിക്കാൻ വേണ്ടിയിട്ട്. ഇതിൻ്റെ ഒന്നും പുളിയുടെ കൃത്യമായ അളവ് എനിക്ക് ഇതിന് പറയാൻ കഴിയില്ല. കാരണം നമുക്ക് ആവശ്യമായ പുളി നമ്മൾ ഒഴിക്കുക. ടേസ്റ്റ് നോക്കുമ്പോൾ നമുക്ക് വേണമെങ്കിൽ വീണ്ടും ഒഴിച്ചു കൊടുക്കാം. കൂടി പോകരുത്, പിന്നെ നന്നായി കുറയാനും പാടില്ല. ഇനി നമ്മൾക്ക് ഇതിലേക്ക് കുറച്ച് വെള്ളം, നമുക്ക് ആദ്യം ഒന്ന് കുറച്ച് വെള്ളം ആഡ് ചെയ്യാം. ഇനി ഇതൊന്ന് നമുക്ക് മിക്സ് ചെയ്ത് നോക്കാം. പിന്നെ വെള്ളത്തിൻ്റെ ആവശ്യമുണ്ടെങ്കിൽ മാത്രം ആഡ് ചെയ്ത് കൊടുത്താൽ മതി. ഓക്കെ, ഞാൻ ഇതൊന്ന് മിക്സ് ചെയ്തിട്ട് കാണിക്കാം.
അങ്ങനെ ഞാനിവിടെ അയില നന്നായിട്ട് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് മിക്സ് ചെയ്യുന്ന സമയത്ത് എനിക്ക് കുറച്ചുകൂടി വെള്ളം ഒഴിക്കേണ്ടി വന്നു. അതായത് വളരെ കട്ടിയായിരുന്നു ആ സമയത്ത്. ഇപ്പോൾ നോക്കിയേ, അതായത് വളരെ കട്ടിയുമല്ല നല്ല ലൂസുമല്ല, ആ ഒരു പരുവത്തിലാണ് നമുക്കിതാക്കി എടുക്കേണ്ടത്. പിന്നെ ഞാൻ പറഞ്ഞിരുന്നു നിങ്ങൾക്ക് വേണമെങ്കിൽ ഉള്ളി, തക്കാളി, പച്ചമുളക്, ഇഞ്ചി ചെറുതായി അരിഞ്ഞ് ഒന്ന് വഴറ്റിയിട്ട് വേണമെങ്കിൽ ഇതൊക്കെ ചേർത്താലും മതി. പിന്നെ ഞാൻ അതൊന്നും ഇവിടെ ചെയ്യുന്നില്ല. ഞാൻ പറഞ്ഞു ഇന്നിവിടെ ഞാൻ സിമ്പിളായിട്ടുള്ളൊരു കറിയാണ് ഉണ്ടാക്കുന്നത്. വളരെ ടേസ്റ്റിയാണ്, ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഓക്കെ, ഇനി നമുക്കിത് അടുപ്പിലേക്ക് വെക്കാം. ഇനി ഇതൊരു മൂടി കൊണ്ട് നമുക്ക് അടച്ച് വെച്ച് കുറച്ച് നേരം ഒന്ന് വേവിച്ചെടുക്കാം. ഇനി നമ്മൾക്കിത് കുറച്ച് സമയം മീഡിയം ഫ്ലെയിമിൽ ഇത് വേവിച്ചെടുക്കാം. മീനൊക്കെ ആകുമ്പോൾ പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടിക്കോളും. ഇങ്ങനെ വെക്കുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് കൂടുതലായിട്ട് വെള്ളം ഒഴിച്ച് പോകരുത്. പിന്നെ അത് നല്ല കട്ടിയാകാനും പാടില്ല, കാരണം നമ്മൾ തിളപ്പിച്ചെടുക്കുന്ന സമയത്ത് അത് ചിലപ്പോൾ അടിക്ക് പിടിക്കാൻ ചാൻസ് ഉണ്ട്. അതിനാൽ നമ്മൾ എന്ത് വേണമെന്ന് വെച്ചാൽ ഇടയ്ക്കൊന്ന് മൂടി തുറന്ന് ഒന്ന് ഇളക്കി കൊടുത്താൽ മതി. സ്പൂൺ ഇളക്കി കൊടുക്കരുത്. ചട്ടിയിലൊക്കെ വെക്കുന്നുണ്ടെങ്കിൽ ഞാൻ കാണിച്ചു തരാം ഇതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന്. നമുക്ക് മൂടി ഇങ്ങ് മാറ്റിയതിന് ശേഷം ഒരു തുണി കൊണ്ട് ചട്ടിയിലാണ് വെക്കുന്നുണ്ടെങ്കിൽ ചട്ടിയില ഇങ്ങനെ പിടിച്ച് ഒന്ന് വട്ടത്തിൽ കറക്കിയെടുത്ത് വെക്കാം. ഇപ്പോൾ നന്നായിട്ട് കറി തിളച്ചുകൊണ്ടിരിക്കുകയാണ്. മീൻ കഷ്ണങ്ങളൊന്നും ചട്ടിക്ക് പിടിക്കാതെ ശ്രദ്ധിക്കണം. പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതുപോലെയൊന്ന് മീൻ കഷ്ണം, അതായത് ഒരു സൈഡ് നിങ്ങൾക്ക് മുങ്ങുന്നില്ല എന്നുണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് തിരിച്ചിട്ട് കൊടുത്താൽ മതി. ഇതുപോലെ. ഓക്കെ, ശ്രദ്ധിച്ചോണം, കാരണം മീൻ കഷ്ണമൊക്കെ ആകുമ്പോൾ പെട്ടെന്ന് പൊട്ടിപ്പോകും. കുത്തി ഇളക്കിയാൽ ചിലപ്പോൾ മീനൊക്കെ ഇളകിപ്പോകും. നമുക്ക് വീണ്ടും ഒന്ന് കുറച്ച് വെച്ച് കുറച്ച് സമയം കൂടി വെയിറ്റ് ചെയ്യാം. ഞാനിവിടെ 3 അയിലയ്ക്ക് 2 ടേബിൾ സ്പൂൺ മുളക് പൊടിയാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് എരിവ് കൂടുതലാണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കതിൻ്റെ അളവ് കുറച്ചെടുത്താൽ മതി. ഇതിപ്പോൾ കുറച്ച് സമയമായി തിളക്കുന്നു. നമ്മൾക്കിത് ഇനി ഒന്നും കൂടി തുറന്ന് നോക്കാം. ഇതിലേക്ക് ഞാൻ കുറച്ച് കറിവേപ്പില ആഡ് ചെയ്യുന്നുണ്ട്. കറിവേപ്പില ഇട്ടതിന് ശേഷം നമ്മൾക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാം, അതായത് ഉപ്പിൻ്റെ ഏറ്റവും കുറവുണ്ടെങ്കിൽ. ഇവിടെ ഞാനിപ്പോൾ വെളുത്തുള്ളി ചതച്ചതും വെളിച്ചെണ്ണയും കൂടി ചേർക്കാൻ പോവുകയാണ്. ഇനി നമ്മൾക്ക് സ്വിച്ച് ഓഫ് ചെയ്യാം, കറി ഓഫ് ചെയ്യാം. ഞാനിപ്പോൾ കറി ഓഫ് ചെയ്ത് കഴിഞ്ഞു. വീണ്ടും ഇതുപോലെ ഒരു തുണിയിട്ട് ചട്ടി ഒന്ന്. അങ്ങനെ നമ്മുടെ അയിലക്കറി ഇവിടെ റെഡിയായി. അതായത് അയില വറ്റിച്ചത്, ഇല്ലെങ്കിൽ അയില മുളീഷൻ, എന്താ വേണമെന്ന് വിളിക്കാം നമുക്കിതിനെ. ഈ കറി ഉണ്ടെങ്കിൽ ചോറിന് വേറെ ഒന്നും ഇനി വേണ്ടി വരില്ല. ഇത് മാത്രം കൂട്ടി നമ്മൾക്ക് ചോറ് കഴിക്കാം. നിങ്ങൾ തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കണം. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കറിയാണിത്. സാധാരണ നമ്മൾ കറി ഓഫ് ചെയ്തതിന് ശേഷം ആ കറി വീണ്ടും ഒന്ന് കുറച്ചുകൂടി കട്ടി ആയിക്കോളും. അപ്പോൾ നല്ലൊരു പാകത്തിനുള്ളൊരു കറിയായിട്ട് നമുക്ക് കിട്ടും ഇത്. ഇപ്പോൾ തന്നെ എൻ്റെ ഈ കറി നല്ല കട്ടിയാണ്. പിന്നെ ചോറിന് വേറെ ഒരു കറിയും വേണ്ടല്ലോ, ഇത് മാത്രം മതി നമ്മൾക്ക് കൂടി കഴിക്കുവാൻ. ഇനി നമ്മൾക്ക് അടുത്ത റെസിപ്പിയിലേക്ക് കടക്കാം. ഇവിടെ ഞാൻ എടുത്തിരിക്കുന്നത് ഞണ്ടാണ്, ക്രാബില്ലേ. അപ്പോൾ ഇനി ഇതുകൊണ്ട് ഞാൻ എന്താണ് ചെയ്യാൻ പോകുന്നത് നമുക്ക് കാണാം. ഇന്ന് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്നൊരു ഞണ്ട് വറവാണ് ഉണ്ടാക്കുന്നത്. ഇതിലേക്ക് നമുക്ക് ആവശ്യമായ മുളക് പൊടിയും ഉപ്പും മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുക്കാം. ആദ്യം ഇവിടെ ഞാൻ 1 കിലോ ഞണ്ടാണ് എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് നമുക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പ്, പിന്നെ 1.5 ടേബിൾ സ്പൂൺ മുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കാം.
ഇതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്യാം. അങ്ങനെ ഞാനിവിടെ ഞണ്ട് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഞാനിവിടെ 1 കിലോ ഞണ്ടാണ് ഉപയോഗിക്കുന്നത്. അതിലേക്ക് ഇനി ഒരു 3 ഉള്ളി കൂടി നമുക്ക് അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ചെറിയ ഉള്ളിയാണെങ്കിൽ 4 എണ്ണം എടുക്കണം. ഇവിടെ ഞാൻ 3 വലിയ ഉള്ളി ചേർത്ത് കൊടുക്കാൻ പോവുകയാണ്. ഇതുപോലെ നമ്മൾ ഞണ്ട് വറുക്കുന്ന സമയത്ത് കൂടുതലായിട്ട് ഉള്ളിയും തേങ്ങയൊക്കെ ചേർത്താൽ കുറച്ച് പറ്റുണ്ടാകും. പക്ഷേങ്കിൽ കൂടുതലായിട്ട് ഉള്ളി ചേർക്കുന്ന സമയത്ത് ചിലപ്പോൾ മതിർക്കാനും ചാൻസ് ഉണ്ട്. അതുകൊണ്ട് നോക്കിയിട്ട് നിങ്ങൾ ചേർത്താൽ മതി. ഈ ഞണ്ട് വറവ് ഉണ്ടാക്കുന്നതിന് നമുക്ക് കൂടുതലായിട്ട് ഇൻഗ്രീഡിയൻസിൻ്റെ ആവശ്യമൊന്നുമില്ല. ഇപ്പം ഞാൻ ആകെ ഉപ്പും മുളകും മഞ്ഞൾപ്പൊടിയും ഉള്ളിയും മാത്രമാണ് ചേർത്തിരിക്കുന്നത്. ഇനി നമ്മൾക്ക് ഇതിലേക്ക് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾക്ക് അടുപ്പത്തേക്ക് വെക്കാം. വെച്ചതിന് ശേഷം നമ്മൾക്കൊരു മൂടി കൊണ്ട് പൊത്തി വെച്ച് ഇത് നന്നായിട്ടൊന്ന് വേവുന്നത് വരെ വെയിറ്റ് ചെയ്യാം. ഞണ്ട് പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടിക്കോളും. പിന്നെ വളരെ കുറച്ച് വെള്ളം മാത്രമേ നമ്മൾ ആഡ് ചെയ്തിട്ടുള്ളൂ. അതുകൊണ്ട് ഇത് ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കണം. ഞാനിവിടെ ഹൈ ഫ്ലെയിമിൽ തന്നെയാണ് കത്തിക്കുന്നത്. കാരണം ഈ ആകെ നമ്മൾ കുറച്ച് വെള്ളം ഒഴിച്ചിട്ടുള്ളെങ്കിലും അത് നന്നായിട്ട് വറ്റേണ്ടതുണ്ട്. പിന്നെ നല്ല ഹൈ ഫ്ലെയിമിൽ തന്നെ ഇത് കത്തിക്കുന്നുണ്ട്. നമ്മൾക്ക് ഇടയ്ക്ക് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുത്താൽ മതി. ഇനി ഇത് വീണ്ടും കുറച്ച് സമയം പൊത്തിവെച്ചൊന്ന് വേവിക്കാം. വളരെ കുറച്ച് സമയം പൊത്തിവെച്ചാൽ മതി. വീണ്ടും ഒന്ന് തുറന്ന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. നമ്മളിതിൽ കുറച്ച് വെള്ളമേ ഒഴിച്ചിട്ടുള്ളൂ. ഇപ്പോൾ ഏകദേശം ഒന്ന് കുറേ വറ്റിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾക്കിനി തീ കുറച്ച് വെച്ചൊന്ന് ആക്കിയെടുത്താൽ മതി. അപ്പോൾ അതിലുള്ള ഉള്ളിയൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് ഒരു ബ്രൗൺ കളറിലേക്ക് ആയി വരും. ആ സമയം വരെ അത്ര വരെ നമ്മൾക്കൊന്ന് തീ കുറച്ചൊന്ന് വെക്കാം. ഇനി ഇതുപോലെ ആക്കുന്ന സമയത്ത് ചിലപ്പോൾ ഞണ്ടിലെ വെള്ളം പെട്ടെന്നൊന്നും വറ്റുന്ന വരില്ല. നമ്മൾ വളരെ കുറച്ച് വെള്ളമേ ഒഴിച്ചിട്ടുള്ളൂ എങ്കിലും ഇത് പെട്ടെന്നൊന്നും ഡ്രൈ ആയി കിട്ടണമെന്നില്ല. അപ്പോൾ നമ്മൾക്ക് മീഡിയം ഫ്ലെയിമിൽ തന്നെ ഇതാക്കിയെടുക്കാം. ഇനി നമ്മൾക്ക് ഇതിലേക്ക് ഒരു ഇൻഗ്രീഡിയൻറ്റ് കൂടി ചേർത്ത് കൊടുക്കാം. അതായത് നമ്മളുടെ ചിരണ്ട തേങ്ങ ഇവിടെ കുറച്ചധികം തന്നെ ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് നമുക്ക് മിക്സ് ചെയ്ത് വെക്കാം. പിന്നെ നമ്മൾ തേങ്ങ ചിരണ്ടിയത് ചേർക്കുന്ന സമയത്ത് ഞണ്ടിലുള്ള വെള്ളം കുറച്ചും കൂടി വറ്റിയ പോലെ കാണാം. അപ്പോൾ നമ്മൾക്ക് വേണമെങ്കിൽ തീ കുറച്ചിട്ട് ആക്കിയെടുത്താലും മതി. ഇനി നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം വളരെ തീ കുറച്ചിട്ട് കുറച്ച് സമയം കൂടി നമ്മൾക്കിങ്ങനെ വെക്കാം. തീ കുറച്ചെന്ന് കരുതി നമ്മൾ ഇതുപോലെയൊന്നും ഇടയ്ക്ക് ഇളക്കി കൊടുക്കാൻ മറന്നു പോകരുത്. കാരണം ഞാനിവിടെ ചട്ടിയിലാണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ അത് ഇടയ്ക്ക് ഇളക്കി കൊടുത്തിട്ടില്ലെങ്കിൽ ചിലപ്പോൾ ഉള്ളിയും തേങ്ങയൊക്കെ അടിക്ക് പറ്റി ആകെ ഇതായി പോകും. അതുകൊണ്ട് ഞാൻ ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. നമ്മൾക്കിതിലേക്ക് ഇനി കുറച്ച് കറിവേപ്പില കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. കറിവേപ്പില ആഡ് ചെയ്തതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ ഞണ്ട് വറവ് ഏകദേശം ഒന്ന് റെഡി ആയിരിക്കുകയാണ്. ഇതിലുള്ള വെള്ളമൊക്കെ നന്നായിട്ട് വറ്റിയിട്ടുണ്ട്. ഇനി നമ്മൾക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കുന്ന സമയത്ത് ഉപ്പിൻ്റെ ഏറ്റവും കുറവുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ഞാൻ നോക്കിയ സമയത്ത് ഉപ്പും എരിവൊക്കെ എല്ലാം പാകത്തിനാണ് ഉള്ളത്. ഞണ്ടിന് അങ്ങനെ കൂടുതൽ വേവൊന്നുമില്ല. ജസ്റ്റ് ചൂടാകുമ്പോൾ തന്നെ ഞണ്ട് വെന്ത് വന്നോളും. അപ്പോൾ നമ്മൾ ഇതിൽ ചേർത്തിരിക്കുന്ന ഉള്ളിയും തേങ്ങയൊക്കെ നന്നായിട്ടൊന്ന് ആയി ആ ഞണ്ടിൻ്റെ ഒരു ടേസ്റ്റൊക്കെ പിടിച്ചു വരാൻ വേണ്ടിയിട്ടാണ് കുറച്ച് സമയം നമ്മൾ ഇതുപോലെ തീ കുറച്ച് വെക്കുന്നത്. ഇനി ഞാൻ ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ആഡ് ചെയ്തിട്ടുണ്ട്. ആ വെളിച്ചെണ്ണ ഒഴിച്ചതിന് ശേഷം 1 മിനിറ്റ് കൂടി ഒന്ന് നന്നായിട്ട് തീ കുറച്ച് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരുന്നാൽ മതി. അങ്ങനെ നമ്മുടെ ഞണ്ട് വറവ് ഇവിടെ ഏകദേശം റെഡി ആയിരിക്കുകയാണ്. ഇനി ഇതിലേക്ക് നമ്മൾക്ക് വെളുത്തുള്ളി ചതച്ചത് കൂടി ഒന്ന് ചേർക്കാനുണ്ട്. ഞാനിവിടെ 3-4 അല്ലി വെളുത്തുള്ളി ചതച്ചത് എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ കുറച്ച് ജീരകം പൊടിച്ചത് കൂടി ചേർക്കുന്നുണ്ട്. ഈ വെളുത്തുള്ളിയും ജീരകം പൊടിച്ചതിൽ നമ്മൾക്ക് കുറച്ച് വെളിച്ചെണ്ണ കൂടി ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ഒന്ന് ഒഴിച്ചതിന് ശേഷം ഈ ഞണ്ടിലേക്ക് നമ്മൾക്കിത് ചേർക്കാം. ഞണ്ടിലേക്ക് ചേർത്തിട്ട് നമ്മൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെച്ചാൽ മതി. നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾക്ക് ഈ വറവ് ഓഫാക്കാം.
അങ്ങനെ നമ്മുടെ ഞണ്ട് വറവ് ഇവിടെ റെഡി ആയിരിക്കുകയാണ്. ഇനി നമ്മൾക്ക് ചോറ് വാർക്കേണ്ടതുണ്ട്. അതുകൊണ്ട് 2 മണിക്കൂറിന് ശേഷം ഞാൻ വീണ്ടും അടുപ്പ് കത്തിക്കുകയാണ്. ഇതൊന്ന് മൂടി തുറന്നതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി വെള്ളം ആവശ്യമെങ്കിൽ നമ്മൾക്കിതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ കുറച്ച് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ഇതൊന്ന് നന്നായിട്ട് തിളച്ച് കഴിഞ്ഞാൽ നമ്മൾക്ക് ഈ ചോറ് വാർക്കാവുന്നതാണ്. കാരണം ഇപ്പോൾ ഏകദേശം ചോറ് വെന്തിട്ടുണ്ട്. അതുകൊണ്ട് നന്നായിട്ട് തിളച്ച ഉടനെ നമ്മൾക്ക് ചോറ് വാർക്കാം. കൂടുതൽ വേവുള്ള അരിയൊക്കെ ആണെങ്കിൽ സാധാരണ ഞാൻ ഇങ്ങനെയാണ് ചെയ്യാറുള്ളത്. അതായത് പെട്ടെന്ന് വേവുന്ന അരിയൊക്കെ ആണെങ്കിൽ നമുക്ക് ഇതുപോലെ ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. അതായത് അരിയിട്ട് ഒരു 1/4 മണിക്കൂറിനുള്ളിൽ ചിലപ്പോൾ ചോറ് വെന്ത് കിട്ടുന്നുണ്ടെങ്കിൽ നമുക്ക് ഉടനെ വാർക്കാൻ പറ്റും. ഇതിപ്പോൾ കൂടുതൽ വേവുള്ള അരിയൊക്കെ ആകുമ്പോൾ ഞാൻ ഇങ്ങനെയാണ്, അതായത് അരിയിട്ട് തിളച്ച ഉടനെ ഓഫാക്കി പിന്നെ 2 മണിക്കൂറിന് ശേഷമാണ് ഇതുപോലെ തിളപ്പിച്ച് വാർക്കാറുള്ളത്. അപ്പോൾ ആ 2 മണിക്കൂറിനുള്ളിൽ നമ്മൾക്ക് ആക്കാൻ പറ്റുന്ന കറികളൊക്കെ ആക്കാനുള്ള സമയമുണ്ട്. ഇപ്പോൾ ചോറ് ആയി ഞാൻ വാർക്കാൻ പോവുകയാണ്. അങ്ങനെ ഞാൻ ചോറ് വാർത്തിട്ടുണ്ട്. ഇവിടെ കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെ ഒരു പാത്രത്തിലേക്ക് ചോറിടാം. ഇനി നമ്മൾക്ക് നോക്കാം എന്തൊക്കെ കറികളാണെന്ന്. ഇവിടെ ഇന്ന് ഞാൻ ചില റെസിപ്പീസൊന്നും കാണിച്ചിട്ടില്ലായിരുന്നു. കാരണം അത് ഓൾറെഡി ഞാൻ ചാനലിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് ഈ വീഡിയോസൊക്കെ. അതായത് ഈ നാരങ്ങ അച്ചാർ, പിന്നെ ഈ കാണുന്ന ചീര തോരൻ, പിന്നെ അടുത്ത കുമ്പളങ്ങ മോര് കറി എന്നിവയൊക്കെ വീഡിയോസ് ഓൾറെഡി ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ സുരഭി കിച്ചൺ ചാനൽ സബ്സ്ക്രൈബ് ചെയ്താൽ നിങ്ങൾക്ക് ഈ വീഡിയോസൊക്കെ കാണാൻ കഴിയും. പിന്നെ അടുത്തത് അയിലക്കറിയാണ്. അയിലക്കറി ഞാൻ ഉണ്ടാക്കുന്ന രീതി നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തന്നു കഴിഞ്ഞു. ഇപ്പോൾ പിന്നെ ചോറ്, അത് പിന്നെ എല്ലാവർക്കും ഉണ്ടാക്കാൻ അറിയാവുന്നതാണ്, പക്ഷേ എങ്കിൽ ഞാൻ കാണിച്ചു തന്നേ ഉള്ളൂ. പിന്നെ നമ്മുടെ ഞണ്ട് വറവ്, ഇതുവരെ ഞാൻ ഇട്ടിട്ടില്ലാത്ത റെസിപ്പി മാത്രമേ ഞാൻ ഇന്ന് നിങ്ങൾക്ക് കാണിച്ചു തന്നിട്ടുള്ളൂ. അപ്പോൾ നമ്മൾ പപ്പടം കൂട്ടി ചോറ് കഴിക്കട്ടെ. നിങ്ങൾക്ക് ഈ റെസിപ്പികൾ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾ എന്തെങ്കിലും അഭിപ്രായമുണ്ടെങ്കിൽ കമൻറ്റ്സ് വഴി അറിയിക്കുകയും ചെയ്യുക. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളൊരു ലൈക്ക് കൊടുക്കാൻ മടി കാണിക്കരുത്. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുകയും ബെൽ ബട്ടൺ അമർത്തുകയും ചെയ്യുക. താങ്ക്